ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി തിയേറ്ററിലെത്തിയ 6 മലയാള സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന 2 സിനിമകളാണ് അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധാകാന്ഡം എന്നിവ. ചിത്രം തിയേറ്ററിലെത്തി 4ാമത്തെ ഞായറാഴ്ച കൂടിയായ 25ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിന്റെ 24ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 1,34,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 24 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 55-56 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 2 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 25 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 56-58 കോടി റേഞ്ചിലാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 24 ദിവസം കൊണ്ട് 92 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ 25ാം ദിവസമായ ഞായറാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 94-95 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. ചിത്രത്തിന്റെ 100 കോടി പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നുവെങ്കിലും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിത്രം 100 കോടിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ എന്നിങ്ങനെ താരനിരയുമായി ദിൻജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഓണം റിലീസ് ചിത്രങ്ങളിൽ ലോ ബജറ്റിൽ വന്ന് വൻ വിജയം നേടിയെടുത്ത്, അതായത് ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയെടുത്ത ഈ സിനിമ ചിത്രത്തിന്റെ 24ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 68 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 24 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 38 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ചിത്രത്തിന്റെ 25ാം ദിവസം കൂടിയായ 4ാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്ന് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 25 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 39 കോടിയിലേക്കാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 21 ദിവസം കൊണ്ട് തന്നെ 70 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ഈ സിനിമ 25ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 73-74 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ജൂനിയർ NTR നായകനായി കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമയാണ് ദേവര. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കേരളത്തിൽ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും 50 ലക്ഷം രൂപയ്ക്ക് ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയ വേഫർ ഫിലിംസിന് 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 2 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 343 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ നിലവിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബുക്കിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് മനസ്സിലാക്കാനാകുന്നത് 360 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. 180 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 360 കോടി രൂപയാണ്. അങ്ങനെ 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ ഈ ജൂനിയർ NTR ചിത്രം ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. രജനീകാന്ത് നായകനായി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയാണ് വേട്ടയ്യൻ. ആഗോളതലത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വമ്പൻ രീതിയിൽ പുരോഗമിക്കുമ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് 12 കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ഈ സിനിമ. ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസ് ആണ്. കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്കാണ് ആരംഭിച്ചിട്ടുള്ളത്. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, ഋതിക സിംഗ്, തുഷാര വിജയൻ, അഭിരാമി, റാണ ദഗുപതി എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമ റിവ്യൂ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മികച്ച അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ജോജു ജോർജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് പണി. ജോജു ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പു പാത്തു എന്ന നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ ജോജു ജോർജ്, അഭിനയ, സാഗർ സൂര്യ, അഭയ ഹിരൺമയി, ചാന്ദിനി ശ്രീധരൻ, പ്രശാന്ത് അലക്സാണ്ടർ, സുജിത് ശങ്കർ, സീമ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയ ഈ സിനിമ ഒക്ടോബർ 17 നേരത്തെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് ഒക്ടോബർ 24 മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഫാൾസ് ഫിലിംസ് ആണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.